ഇപ്പോൾ ഭാവനയെക്കുറിച്ച് പറയുമ്പോൾ ഭാവന ഒരുപാട് പറഞ്ഞു. ഭാവനയെ സംബന്ധിച്ചോളം നമുക്കറിയാം. ഇപ്പോൾ നിങ്ങളെല്ലാവരും ഇന്നും നമ്മൾ എന്ന് പറയുന്ന സിനിമയിലെ പരിമളത്തെ ഓർക്കുന്നു. ഞാൻ ഭാവനയ്ക്ക് ഒരു മികച്ച കഥാപാത്രത്തെ ഒരു വലിയ സിനിമയിലൂടെ ഒന്നും കൊടുത്തിട്ടില്ല. ഒരു തുടക്കമായി, ഒരു നിമിത്തമായി ഭാവന എന്ന് പറയുന്നത്, ഭാവനയുടെ സിനിമയ്ക്ക് ഞാനൊരു തുടക്കമായി എന്നുള്ളത് മാത്രമല്ല, എൻ്റെ സിനിമ ഒരു തുടക്കമായി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നീട് സ്വപ്നക്കൂടിൽ വന്നു. പക്ഷെ ഭാവന ഇന്നും എൻ്റെ പ്രിയപ്പെട്ട കുട്ടിയാണ്. ഞാൻ ഇന്നൊരു മോളെപ്പോലെ തന്നെയാണ് ഭാവനയെ കാണുന്നത്. എനിക്ക് അങ്ങനെ കാണാൻ കഴിയും. എൻ്റെ മോളേക്കാളും പ്രായം കുറവാണ് ഭാവനയ്ക്ക്. പക്ഷെ എന്നാൽ പോലും എൻ്റെ മോളുടെ സ്ഥാനത്ത് തന്നെയാണ് ഞാൻ ഭാവനയെ കാണുന്നത്. അവൾ കടന്നു പോകുന്നിട്ടുള്ള വലിയ വഴി, ഫീനിക്സ് പക്ഷി എന്ന് പറയുന്നതിന് വലിയ അർത്ഥമുണ്ട് ആ പദത്തിന്. ആ പദത്തിന് വലിയ അർത്ഥമുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചാരത്തിൽ നിന്ന് മൂടപ്പെട്ട് ആരെന്ത് കുഴിച്ചുകൂടും. ഇപ്പം മലയാള സിനിമയൊക്കെ തന്നെ കുഴിച്ചുമൂടാൻ ശ്രമിച്ചപ്പോൾ പോലും അതിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വരിക എന്ന് പറയുന്നത് അതൊരു വലിയ മനക്കരുത്ത് തന്നെയാണ്. ആ മനക്കരുത്തിന് ആരൊക്കെ സപ്പോർട്ട് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം സപ്പോർട്ടൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ മനസ്സുകൊണ്ട് ഞങ്ങളൊക്കെ ഈ വേദിയിലിരിക്കുന്നവരൊക്കെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. അതിന് പല പല കാരണങ്ങൾ ഉണ്ടാവുമായിരിക്കും. എല്ലാവരും മനസ്സുകൊണ്ട് സ്നേഹം നൽകിയിട്ടുണ്ട് എന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ.